മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ ആദ്യം തൊട്ട് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. എൻ്റെ സ്ഥലം വൈക്കമാണ്. അതായത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് വളരെ അടുത്തായിട്ടാണ്. വൈക്കം മഹാദേവ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ എല്ലാ വർഷവും എൻ്റെ ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടാവാറുണ്ട് ഉത്സവത്തിന്. അപ്പോൾ നവംബർ ഡിസംബർ മാസം, അതായത് വൃശ്ചിക മാസത്തിലെ അഷ്ടമിയാണ് ഇവിടുത്തെ ഉത്സവം. അതായത് വൈക്കത്തെ അഷ്ടമി എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തവണത്തെ പരിപാടി ഉണ്ടായിരുന്നു. ഞാനൊരു ഭരതനാട്യ ഡാൻസർ കൂടിയാണ്. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. എന്തായാലും അതിൻ്റെ കുറച്ച് വീഡിയോസും കുറച്ച് ക്ലിപ്പിങ്സ്, ഒരു ചെറിയൊരു വ്ളോഗ് പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ കുറച്ച് വോയിസ് ഓവറാണ്. കാരണം എനിക്ക് നല്ല പനി, കോൾഡ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനിടയിലായിരുന്നു ഈ പ്രോഗ്രാമൊക്കെ. അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ പരിപാടിയുടെ അന്ന് നല്ല പനിയുള്ള ഒരു ദിവസം കൂടിയായിരുന്നു. എന്തായാലും ദൈവം സഹായിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭംഗിയായിട്ടെല്ലാം നടന്നു. അപ്പോൾ വോയിസ് ഓവർ ആയിരിക്കും നിങ്ങൾ കേൾക്കുക. കാരണം ആ സമയത്ത് എനിക്ക് പറഞ്ഞെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് പനിയും ജലദോഷവും ഒക്കെ കാരണം കോൾഡ് ഉണ്ടായിരുന്നു. എന്തായാലും നമുക്കതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാൻസ് ക്ലാസ്. നമ്മുടെ തലേ ദിവസം ലാസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നതാണ്. കാരണം നെക്സ്റ്റ് ഡേ ഓർക്കസ്ട്ര റിഹേഴ്സലുണ്ട്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് എല്ലാം കറക്റ്റായിട്ട് ഫൈനൽ പ്രിപ്പറേഷൻ ആണ് ഈ കാണുന്നത്. അപ്പം നമുക്കിതിൻ്റെ വോയിസ് ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യാതെ വോയിസ് ഓവറായിട്ട് ഇട്ടത്. അങ്ങനെ ഹലോ. അപ്പം നെക്സ്റ്റ് ഡേ റിഹേഴ്സലിലാണ്, ഓർക്കസ്ട്ര റിഹേഴ്സൽ. അപ്പോൾ ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ടാണ് ഈ വോയിസ് ഓവർ എടുക്കാനുള്ള കാരണം. അതുകൊണ്ടാണ്. ഇതാണ് ഇത്തവണത്തെ സാരി, നമ്മുടെ പ്രാക്ടീസ് സാരി. ഇപ്പോൾ നമ്മൾ എല്ലാ വർഷവും റിഹേഴ്സൽസ് നമ്മളെല്ലാവരും ഒരേപോലെ പ്രാക്ടീസ് സാരി ഉടുത്തിട്ടാണ് എല്ലാവരും ചെയ്യാറ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ക്ലാസ്സിൻ്റെ ഓർക്കസ്ട്ര റിഹേഴ്സലൊക്കെ എല്ലാവരെയും ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ഒരു ഫുൾ ലുക്ക്. അതൊരു ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷനാണ്. അപ്പോൾ മെറൂൺ ബ്ലൗസും മെറൂൺ ലെഗിങ്സും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് സാരി. അപ്പോൾ നമ്മൾ ഇരുന്നൊക്കെ നോക്കും അത് കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് കറക്റ്റായിട്ട് ചെയ്യുന്നത് ലാസ്റ്റ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ക്ലാസ് റൂം, നമ്മുടെ ഡാൻസ് ക്ലാസ്. എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഒരേപോലത്തെ ഡ്രസ്സിട്ട്, ഞങ്ങളെപ്പോലത്തെ ഒരേപോലെ ഡ്രസ്സിട്ട് 7 പേരാണ്. അപ്പോൾ 7 പേരുടെ ഒരു ടീമായിരുന്നു ഞങ്ങളുടെ ഐറ്റം. അതിനുവേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. എല്ലാവരുടെയും മുഖത്ത് നല്ല ടെൻഷനുണ്ട്. കാരണം ഓർക്കസ്ട്ര വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ടെൻഷനാണ് എല്ലാവരുടെയും മുഖത്ത്. ഓർക്കസ്ട്രയിലെ ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാണ് അടുത്ത നമ്മുടെ സംഭവത്തിന് നമ്മുടെ ഐറ്റം ചെയ്ത് നോക്കാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാവരും ഡ്രസ്സ് കാണാൻ നല്ല രസമുണ്ടല്ലേ. ആദ്യം എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഉടുത്തൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ട് കാണാൻ. ഈ കാണുന്നത് നമ്മുടെ തൊട്ട് ജൂനിയർ ബാച്ചിലെ സ്റ്റുഡൻസാണ്. നമ്മുടെ ജസ്റ്റ് അടുത്ത നമ്മുടെ കഴിഞ്ഞിട്ടാൽ പിന്നെ നെക്സ്റ്റ് സീനിയർ ബാച്ച് അവരാണ്. അപ്പോൾ അവരുടെ ഐറ്റം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത വീഡിയോ ആണ്. അങ്ങനെ ക്ലാസ് റൂമിൽ ഇപ്പോൾ എല്ലാവരുടെയും നോക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ അധ്യാപിക, RLV മായ സുഗതൻ എന്നാണ് പേര്. വൈക്കത്ത് ശിവഭദ്ര നൃത്തകലാ. ഹലോ. അപ്പം നമുക്ക് പ്രോഗ്രാമിൻ്റെ മേക്കപ്പ് പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ഡ്രസ്സാണ് ഇപ്പോൾ ഇതൊക്കെ. കാരണം ഇത് ഷർട്ട് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് പനി പിടിച്ചു, തൊണ്ടയൊക്കെ അടഞ്ഞു, ആകെ പ്രശ്നമായി. പക്ഷേ ഇപ്പോൾ ഭാഗ്യത്തിന് ഇന്ന് വലിയ ഇഷ്യൂ ഇല്ല. അപ്പോൾ നമുക്ക് മേക്കപ്പും പ്രോഗ്രാമും ഒക്കെ കാണാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കണ്ടു പോകാം. അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആയിട്ട് എടുക്കുക. കാരണം എല്ലാം കൂടി തന്നെ എല്ലാം ചെയ്യുകയും വേണം. പ്രോഗ്രാമിൻ്റെ അവിടെ മേക്കപ്പിൻ്റെ അവിടെ പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും കൂടി എടുപ്പിക്കണം. അങ്ങനെയൊക്കെ ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലതൊക്കെ വോയിസ് ഓവർ ആയിരിക്കും. എന്തായാലും നമുക്ക് ബാക്കി മേക്കപ്പ് റൂമിലേക്ക് കാണാം. അപ്പോൾ ഇത് അമ്മൂന്ന് ഞങ്ങൾ വിളിക്കും. ഭാഗ്യലക്ഷ്മി എന്നാണ് പേര്. ഞങ്ങളുടെ അധ്യാപികയുടെ മകളാണ്. പുള്ളിക്കാരത്തി വളരെ നല്ലൊരു കുച്ചിപ്പുടി ഡാൻസറാണ്. അപ്പം അമ്മുവിൻ്റെയും കുച്ചിപ്പുടി ഐറ്റം ഇത്തവണ ഉണ്ട്. ടീച്ചറാണ് തൊട്ട് പുറകിലുള്ളത്. അപ്പം നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു, മുടിയൊക്കെ കെട്ടി.
ഇനി കോസ്റ്റ്യൂം ചേഞ്ചാണ് ഉള്ളത്. ഇതാണ് ആ നേരത്തെ കണ്ട ജൂനിയർ ബാച്ചിലെ സ്റ്റുഡൻസ്. അപ്പോൾ അവരുടെ ഒരു ഐറ്റമാണ്, അപ്പോൾ അവരുടെ ഡ്രസ്സാണ് ആ കാണുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ആയി. ഞങ്ങളുടെ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്, ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. നല്ല ഡ്രസ്സായിരുന്നു. നമ്മുടെ മേക്കപ്പ് മാഷന്മാരെല്ലാവരും ഒരുക്കി റെഡിയാക്കുകയാണ്. ഞങ്ങളുടെ ബാച്ചിലെ സ്റ്റുഡൻസാണ് എല്ലാവരും വെയിറ്റിംഗ് ആണ്. എല്ലാവരും മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇത് ഫൈനലാണിത്. എല്ലാം കഴിഞ്ഞു, കംപ്ലീറ്റ് റെഡിയായി കഴിഞ്ഞു. എങ്ങനെയുണ്ട് നമ്മുടെ ഇത്തവണത്തെ മേക്കപ്പ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അത് നമ്മളെ ജൂനിയർ പിള്ളേരാണ്, അവർ മൈൻഡ് ചെയ്യില്ല, അവർ ഭയങ്കര വർത്താനമായിരുന്നു. അതായത് നമുക്ക് സ്റ്റേജിലേക്ക് പോകാനുള്ള സമയമായി. ഇപ്പോൾ എല്ലാവരും റെഡിയായി ഫൈനൽ ധൃതി പിടിച്ചെല്ലാം ഫിനിഷ് ചെയ്യുവാണ്. ഇത് ഞങ്ങൾ അമ്പലത്തിൽ സ്റ്റേജിൻ്റെ ബാക്കിലാണ്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് വിഷസ് അറിയിക്കുകയാണ്. ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും 2026 നല്ലൊരു വർഷമായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും അതിന് മുമ്പായിട്ട് തന്നെ മറ്റ് വീഡിയോസ് ഒക്കെ എടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.